ഈ ജമ്മു കാശ്മീരിൽ വീണ്ടും ഈ ഭീകരവാദികൾ തലപൊക്കുകയാണോ? അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഇന്നലെയും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ 2 സൈനികർ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആക്രമണങ്ങൾ തുടരുകയാണോ? ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചുള്ള നടപടി എന്തായിരിക്കും? ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഭീകരവാദികളില്ല എന്നുള്ളതാണ് സത്യം. ഭീകരവാദികളുടെ ഫോസിലുകൾ മാത്രമാണുള്ളത്. ഇവിടെ ഇന്നലെ സൈന്യം നമ്മൾ വിചാരിക്കും ഭീകരവാദികൾ അവരെ വെടിവെച്ച് കൊന്നു എന്ന് വിചാരിക്കും. നക്സൽ മേഖലകളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ അവിടെ അങ്ങനെയല്ല സംഭവിച്ചത്. ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ഇൻപുട്സ് കിട്ടുന്നുണ്ട്. ഇന്നടത്ത് ഭീകരനുണ്ട്, ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. ഛത്തീസ്ഗഡിലും അത് തന്നെ സംഭവിക്കുന്നുണ്ട്. ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ സംയുക്ത സേനയ്ക്ക് അവരെ നേരിടാൻ വേണ്ടി. സംയുക്ത സേന എന്ന് പറയുമ്പോൾ പോലീസ്, CRPF എല്ലാം ഉൾപ്പെടും. അതുപോലെ ഇൻപുട്സ് കാശ്മീരിലും കാശ്മീർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസ്, CRPF, സൈന്യം ഇവരെല്ലാം കൂടെ ചേർന്ന ഒരു യൂണിറ്റാണ്. അവർക്ക് വിവരം കിട്ടുന്നു, ഇൻപുട്സ് ധാരാളമായി ലഭിക്കുന്നു. പണ്ട് കിട്ടില്ലായിരുന്നു, ഇൻഫർമേഷൻ കിട്ടും. ഭീകരവാദികൾക്കൊപ്പമായിരുന്നു ജനങ്ങൾ. ഇപ്പോൾ ജനങ്ങൾ അങ്ങനെയല്ല, ജനങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കാൻ ധൈര്യപ്പെടുന്നുണ്ട്. പണ്ട് ഈ ഇൻഫോം ചെയ്യുന്ന ആൾക്കാർ, ഇൻഫോർമേഷൻ എന്ന് പറയും, അവരെയൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നു പട്ടാളം. അത്ര പട്ടാളമല്ല, തീവ്രവാദികൾ. അവരൊക്കെ ഇൻപുട്സ് അവർക്ക് കിട്ടുമായിരുന്നു, ഇൻഫർമേഷൻ. അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നേരെ തിരിച്ചായിരിക്കുന്നു. അതനുസരിച്ച് ജമ്മു അതിർത്തിയിൽ പാകിസ്ഥാനോട് ചേർന്നുള്ള ഭാഗത്ത് തെരച്ചിൽ നടത്തുകയായിരുന്നു. ധാരാളം തോക്കുകൾ, തിരകൾ ഒക്കെ പട്ടാളത്തിന് അതിൽ നിന്ന് കിട്ടുകയുണ്ടായി. അത് തപ്പുന്നതിനിടയിൽ അവർ ചെയ്തു വെച്ച ഒരു ബോംബ്, ആ ബോംബിൽ തട്ടിയിട്ടാണിത് മരിച്ചത്. അല്ലാതെ അവരിവിടെ നേരിട്ടൊന്നും വന്നില്ല. അവരുടെ ആയുധങ്ങൾക്കിടയിൽ തെരച്ചിൽ വരുമ്പോൾ അബദ്ധത്തിൽ ഇതൊക്കെ സംഭവിക്കാം. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. വീരമൃത്യു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെ വെടിവെച്ചു കൊന്നാണെന്ന്. ഒന്നുമല്ല, അവരുടെ പൊടി പോലും ഇല്ലായിരുന്നു അവിടെ. തീവ്രവാദികളുടെ പൊടി പോലും ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് തെരച്ചിലിനിടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെത്തി. അതാണ് സംഭവിച്ചത്. ആ വെടിക്കോപ്പുകൾ എന്ന് പറയുന്നത് പലതും പൊട്ടൻ്റായിട്ടുള്ളതായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചവിട്ടുകയോ എടുക്കുകയോ ഒക്കെ നിർവീര്യമാക്കിയില്ലെങ്കിൽ അത് ശക്തമായിട്ടുള്ള സ്ഫോടനം ഉണ്ടാക്കി നമ്മളെ കൊല്ലും. കുഴിബോംബുകളും അങ്ങനെയാണല്ലോ, ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും, പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു വേറെ ഭീകരാക്രമണമൊന്നും അല്ല, അതിർത്തിയായിട്ട് പോലും ഭീകരാക്രമണമല്ല. ഭീകരാക്രമണത്തിൻ്റെ അടിവേരറുത്ത് കഴിഞ്ഞു. ഇനിയും ചില കരിയിലകളും ഒക്കെ കാണും, അതുപോലുള്ള ചില ഫോസിലുകൾ, റെലിക്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ റെലിക്സാണിപ്പോൾ അതിനെയാണിപ്പോൾ സൈന്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതും അപകടമാണ്. അപകടമില്ല എന്ന് പറയാൻ പറ്റില്ല. കുഴിച്ചു വെച്ചിരിക്കുന്നതും ബോംബുകൾ കുഴിച്ചു വിട്ടിരിക്കുന്നതും ഒക്കെ അവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആ മേഖല അങ്ങനെ, ആ ടെറൈൻ അങ്ങനെയാണ്. കണ്ടുപിടിക്കാൻ നമ്മുടെ ഇതുപോലെ വനമുണ്ട്, നദിയുണ്ട്, പർവ്വതങ്ങളുണ്ട്, കൂടാതെ മഞ്ഞുണ്ട്, മൂടൽ മഞ്ഞുണ്ട്, എല്ലാം. ഒരു ഡിഫിക്കൽട്ട് ടെറൈനാണ്. വളരെ പ്രയാസമാണത് അവിടെ ഈ തെരച്ചിൽ നടത്താൻ. ആ സൗകര്യമാണ് ഭീകരവാദികൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഗതികെട്ട ഹമാസുകാർ എവിടെ പോയിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് അറിയാം. അവരുടെ അഭയസങ്കേതം അതൊത്തിരി കുറച്ചുകൂടി അപകടമാണ്. പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, അവിടെ പോയി ഒളിച്ചിരിക്കുക ഇസ്രായേലിനെ പേടിച്ചിട്ട്. അവിടെ വന്നിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ഭീഷണിയാണ്. ഇതൊരു ഹിന്ദു കാഫറുകളുടെ രാഷ്ട്രം, എന്നാൽ നമുക്ക് അവർക്കെതിരെ തുടങ്ങിക്കളയാം. ഇതാണ് അവരുടെ പരിപാടി. അല്ല ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല, സമ്പാദിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങുക, കൃഷി ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല. കാഫിറുകളുടെ തല കൊയ്തും അവരെ ബ്ലീഡ് ചെയ്തും ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി എന്ന് പറയുന്നത്. വിശുദ്ധയിൽ എന്നിട്ട് അവർക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലതും കാണുമോ വായിക്കാത്തേക്ക് പോകാൻ? അപ്പോൾ പട്ടിണി പാവങ്ങളെ കൊന്നേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവരെ വെച്ചുകൊണ്ട് ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ജീവനോടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വെടിവെക്കുമ്പോൾ പോയി എന്നും പറഞ്ഞു. നമ്മുടെ ഇവിടുത്തെ പുലികളെ ജനങ്ങൾ നേരിടുമ്പോൾ പുലിയെ കൊന്നേ, അതുപോലെ തന്നെ വേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊന്നു, പട്ടിയെ കൊന്നേ. പാക് അധിനിവേശ കാശ്മീരിൽ ഈ പ്രശ്നമാണെങ്കിൽ ഇന്ത്യയോടൊപ്പമുള്ള കാശ്മീരിൽ അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ. മുൻകാലങ്ങളിൽ അവിടെ കല്ലെറിയും, സൈനികർക്ക് നേരെ കല്ലെറി ആക്രമണങ്ങളിൽ അഴിച്ചുവിട്ട ജനങ്ങൾ തന്നെ ഇപ്പോൾ അവിടെ വ്യവസായം ചെയ്ത് ജീവിക്കുകയാണല്ലോ. അവർക്ക് അങ്ങനെ കല്ലെറിയാൻ ഒരു മനസ്സുമില്ല. പട്ടിണി പാവങ്ങളാണ് അവിടെ. ഈ ഭീകരവാദം മുഴുവൻ ഭീകരവാദം മൂലം നിലച്ച ജീവനുകളാണ് അവിടെ ഉള്ളത്. സ്കൂളുകളെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞു. സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല. സ്കൂളിൽ പഠിക്കാൻ നിങ്ങൾക്കൊരു ജോലി കിട്ടുകയില്ല. പാലങ്ങൾ തകർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അത് നടക്കുകയില്ല. ക്ഷേത്രങ്ങളെല്ലാം തകർന്ന് കിടക്കുകയാണ് അവിടെ. അല്ല, ജമ്മു കാശ്മീരിൽ ഇപ്പോൾ മാറ്റമുണ്ടല്ലോ. ജമ്മുവിലും ഉണ്ട്, കാശ്മീരിലും മൊത്തത്തിൽ ആ താഴ്വരയിൽ മുഴുവൻ മാറ്റങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ബാബറി പള്ളി പൊളിച്ചപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമൊക്കെ അത് ഇപ്പോഴും കത്തി നീറി നിൽക്കുകയാണ്. അതിൻ്റെ പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞിട്ടും.
സമന്വയവും രഞ്ജിപ്പും ഉണ്ടാക്കി അത് വലിയ പ്രശ്നമായിട്ട് ആഘോഷിച്ച് നടക്കുക. ഞാൻ പോയി നേരിട്ട് കണ്ടു എത്ര ക്ഷേത്രങ്ങളാണ്, സ്കൂളുകളും പാലങ്ങളും പോട്ടെ, അത് ന്യൂട്രലാണ്. ഹിന്ദു ക്ഷേത്രങ്ങളാണ് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പൂജാരിമാരെ കഴിഞ്ഞ ദിവസം വരെ തോളോട് തോൾ ചേർന്ന് നിന്ന ആ പണ്ഡിറ്റുകളെ എത്ര എണ്ണത്തിനെയാണ് കൊന്നരിഞ്ഞ് താഴ്വരയിലിട്ട് അതിൽ കൊലച്ചിരി ചിരിച്ചത്. ഇതൊന്നും നമുക്ക് വിഷയമല്ലല്ലോ. നമുക്കിവിടെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദുക്കൾക്ക് വിരുദ്ധമായിട്ട് എന്ത് ചെയ്യാം? ഇത്രയും സഹനശക്തി ഉള്ള ഒരു വിഭാഗം, ഇത്രയും സഹിച്ച ഒരു വിഭാഗം, ഇസ്രായേലുകാർക്കോ ജൂതർക്കോ ആ സഹനശക്തി ഇല്ല. ഇത്രയും ലോകത്തിൽ ആ വിഭജനകാലം മുതൽ ഇത്രയും ദുരന്തങ്ങൾ അനുഭവിച്ച ഒരു വിഭാഗം ജനങ്ങൾ പറയാനില്ല. കേരളത്തിൽ പോലും ഇത്രയും അനുഭവിച്ചത്, എന്നിട്ടും സഹിഷ്ണുതയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറയുന്ന ആൾക്കാരുടെ നാക്കാണ് അരിയേണ്ടത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വളരെ ക്രൂരമായ കമൻറ്റുകളാണത്, വളരെ ക്രൂരമായിട്ടുള്ള ചങ്കിൽ കൊള്ളുന്ന കമൻറ്റുകളാണ്. നിങ്ങൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് ഈ ഒരു വിഭാഗത്തെ. ഭൂരിപക്ഷമായിട്ടും എല്ലാം സഹിച്ചുകൊണ്ട് ഇപ്പോഴും സനാതനധർമ്മത്തെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോഴും ഒരു പ്രതികരണവും ഇല്ലാതെ കഴിയുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് ഉള്ള ഏത് വിഭാഗം ആൾക്കാരാണ് ലോകത്തുള്ളത്? ഒരു വിഭാഗത്തിൽ അങ്ങനെ കാണില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഹമാസ് വന്നിരിക്കുമ്പോൾ ആ ഹമാസിന് പിന്നാലെ പാകിസ്ഥാൻ കൂടും. ചൈന ഇപ്പോൾ വിട്ടു നിൽക്കും. ചൈന അങ്ങനെയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചൈനയ്ക്ക് ബലൂചിസ്ഥാൻ നല്ല കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ ഒന്ന് ബ്ലീഡ് ചെയ്യാൻ വേണ്ടി അവർ ഹമാസിന് നേരെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞ പോലെ എത്രയും വേഗം ഈ ഭീകരവാദത്തിൻ്റെ ഒരു ഫാക്ടറിയായിട്ട് മാറുന്ന പ്രദേശങ്ങൾ, ലോക സമാധാനത്തിന് വേണ്ടി ഇന്ത്യ അവിടെ ഗാസയിൽ എങ്ങനെയാണോ അമേരിക്ക അവിടെ കയ്യേറി അവിടെ പുരോഗമനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് പറയുന്നത് പോലെ അവിടെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ട്, ലോകത്തിൻ്റെ സമാധാനത്തിനും വേണ്ടിയിട്ട് ഇടപെടൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. ഹമാസിനും അതുപോലെയുള്ള ഭീകരവാദികൾക്കും ഒക്കെയുള്ള താവളമായിട്ട് നമ്മുടെ അയൽപ്പക്കം, നമ്മുടേതാണ് ആ സ്ഥലം. ആ സ്ഥലത്ത് ഹമാസിന് കാലുകുത്താൻ ഇടം കൊടുത്തുകൂടാ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗത്ത്, നമ്മുടെ മണ്ണിൽ ഭീകരവാദം വളരാനോ അവിടെ നിന്ന് അത് കയറ്റുമതിയായി ചെയ്യാനോ അല്ല. അതോടൊപ്പം തന്നെ മുൻപുള്ള ഇന്ത്യയിലല്ലോ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ തീവ്രവാദം വളരുന്നുണ്ടെങ്കിൽ ഇന്ത്യ അവിടെ പോയി ആക്രമിച്ച രീതിയിലേക്ക് വരുന്നുണ്ട്. സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെ ആയിരുന്നല്ലോ, പോയി ആക്രമിക്കണം. ഇപ്പം റഷ്യ അത് തന്നെയാണ് പറയുന്നത്. യുക്രൈനിൽ അവരുടെ ആയുധങ്ങളെല്ലാം, സംഹാര ആയുധങ്ങളെല്ലാം പ്രയോഗിക്കുന്നില്ല. ഇപ്പോൾ സുഖോയ് 777 എന്നൊക്കെ ഇന്ത്യയിൽ വന്നു. അതൊരൊറ്റ ഒരെണ്ണം മതി യുക്രൈനെ തകർക്കാൻ. അവരത് ഉപയോഗിക്കുന്നില്ല. ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ, യുദ്ധമല്ല അവർ നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ ഇന്ത്യക്കും പറ്റും ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ നടത്താൻ പറ്റും. പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഒരു ആക്രമണം തങ്ങൾക്കെതിരെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ആക്രമണം. അതായത് പട്ടിയെ കൊല്ലുന്നത് ആണല്ലോ, അത് ഹിംസയുമാണല്ലോ. പക്ഷെ പേപ്പട്ടിയെ കൊല്ലുന്നത് ഹിംസയല്ല എന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിലും അത് പറയുന്നുണ്ട്. കൗരവരെ, ദുര്യോധനെ, കർണനെയൊക്കെ വധിക്കുന്നത് ഹിംസയല്ല. എന്തുകൊണ്ടാണ്? ആ രാജ്യത്തിൻ്റെ, ഹസ്തിനപുരിയുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ധർമ്മമില്ലാതെ സ്ത്രീകളെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന ആൾക്കാർ ഭരിക്കുന്ന ഒരു രാജ്യമായിട്ടത് മാറും. അതിനുവേണ്ടി ചെയ്തതാണ്. അതിനുവേണ്ടി അങ്ങനെ ഉള്ള ഹിംസകൾ ഒരിക്കലും ഹിംസയായിട്ട് കരുതപ്പെടുന്നില്ല. അത് അഹിംസയുടെ തന്നെ ഭാഗമാണ്. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ധർമ്മയുദ്ധം തന്നെയാണ്. ആ ഒരു ധർമ്മയുദ്ധം നടത്തേണ്ട അവസരം ആയിരിക്കുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടത്. ഭീകരന്മാരുടെ അവസാനത്തെ തുള്ളിയും നമ്മൾ തുടച്ചു കഴിഞ്ഞു. ഇനി അപ്പുറത്തിരുന്നു കൊണ്ടുള്ള ഈ വേലകൾ വേണ്ട എന്നുള്ളത് നമുക്ക് അഭയം കൊടുക്കാം. പാവപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ജൂതന്മാർക്ക് അഭയം കൊടുത്തിട്ടുണ്ട്, പാഴ്സികൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് ജൂതന്മാർക്ക് എല്ലാവിധമായിട്ടും വന്ന ആളുകളെ ഇരു കൈകളോടും കൂടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഭീകരവാദികളെ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായ ഭീകരവാദം, അതിൻ്റെ തേരാളികളെ അയൽപക്കത്ത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാനും പറ്റുകയില്ല. നടപടികൾ ഉണ്ടാകണം. ഇതിൻ്റെ എല്ലാം പിന്നിൽ പാകിസ്ഥാന് കൃത്യമായി പങ്കുണ്ടല്ലോ. പക്ഷെ അവർ മുൻപും പറയുന്നത് ഞങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ്. അതാണ് കൊലയാളികൾ എല്ലാം പറയുന്നത്. ഞാൻ കൊന്നിട്ടില്ല, എനിക്കിതിൻ്റെ പങ്കില്ലെന്നല്ലേ കൊലയാളികളെല്ലാം പറയാറുള്ളൂ. അങ്ങനെയല്ലേ പറയാറുള്ളൂ.
കോടതിയിൽ അങ്ങനെ പറയുള്ളൂ. അവർക്ക് വേണ്ടി വാദിക്കാൻ വക്കീലന്മാരും ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. അരുന്ധതി റോയിയെ പോലുള്ള ആൾക്കാർ അവർക്ക് വേണ്ടി ഇപ്പോൾ വാദിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഡെവിൾസ് അഡ്വക്കേറ്റ്സും ഉണ്ടാവും. പക്ഷേ നമുക്ക് നമ്മളുടെ റെക്കോർഡുകളുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഈ ജമ്മു കാശ്മീരിന്റെ സമാധാനത്തിൽ വലിയ പങ്കുവച്ചത് 370 വകുപ്പാണല്ലോ. ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ തീരുമാനത്തിന് പിന്നാലെയാണ് അവിടെ സമാധാനം വന്നു. ഇപ്പോൾ പക്ഷേ പുതിയ സർക്കാർ ആവശ്യപ്പെടുന്നതും അവിടുത്തെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് അത് തിരിച്ചു കൊണ്ടുവരണമെന്നാണ്. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുന്നത് ഈ ഭീകരവാദികൾക്കല്ലേ ഗുണം ചെയ്യുകയുള്ളൂ. അത് ചോരപ്പുഴകൾ അവിടെ ഉണ്ടാവുന്നതാണ് അവർക്കിഷ്ടം. പാകിസ്ഥാൻ പറഞ്ഞിരുന്നു, കാശ്മീരിൽ 370 വകുപ്പ് എടുത്തു കളഞ്ഞതോടുകൂടി ഇനി കാശ്മീർ താഴ്വരയിലൂടെ ചോരപ്പുഴകൾ ഒഴുകും. പാകിസ്ഥാൻ്റെ ആഗ്രഹമാണ് പറഞ്ഞത്. എന്തെങ്കിലും നടന്നോ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഒരു വിഭാഗം ആൾക്കാർക്കും അങ്ങനെ ഒരു ചോരപ്പുഴ അവിടെ നിന്ന് ഒഴുകി കാണുന്നത്. ചോരപ്പുഴ ഒഴുകി, പക്ഷേ ബലൂചിസ്ഥാനിൽ മാത്രമാണ്. അതിനകത്ത് പാകിസ്ഥാനകത്താണ് ഇപ്പോൾ ചോരപ്പുഴകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അത് ഇങ്ങോട്ട് ഒഴുകാൻ, സിന്ധു നദി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്, അത് ഒഴുകിക്കോട്ടെ. ചോരപ്പുഴ ഇങ്ങോട്ട് ഒഴുകണ്ട. നമ്മൾ ആ തീരുമാനം എടുക്കണം. നമുക്കതിന് കഴിയും. ഇപ്പോൾ അതിനുള്ള ശക്തിയും എല്ലാവിധ പശ്ചാത്തല സൗകര്യവും. ഇന്ത്യയെ പാകിസ്ഥാൻ ആക്രമിച്ച പാകിസ്ഥാനെ ഞങ്ങൾ ഒതുക്കുമെന്ന് ട്രംപ്. ഇന്ന് ട്രംപുമായിട്ട് മോദി കൂടിക്കാഴ്ച നടത്തുകയാണ്. കൂടെ നിൽക്കും. ഒരു ചൈനയും ഉണ്ടാവില്ല പാകിസ്ഥാനെ സഹായിക്കാൻ. ലോകത്തൊരു രാഷ്ട്രവും ഉണ്ടാവില്ല സഹായിക്കാൻ. ചൈനയ്ക്ക് കച്ചവടമാണ് പ്രാധാന്യം. കച്ചവടമാണ് അവരുടെ. അതെ, സാമ്പത്തിക സ്ഥിതി മോശമാവും അവരുടെ. ലോകത്തെ നമ്പർ 2 രാഷ്ട്രമാണിപ്പോൾ. അപ്പോൾ അവർ നേരിട്ടടിക്കാൻ വന്നിട്ട് നടന്നില്ല. പാകിസ്ഥാൻ അത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാവുകയും ചെയ്യും. അതാണ് എൻ്റെ ഗുണം. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമാകാനുള്ള കാരണം ഈ ഇടയ്ക്കിടെ ഉണ്ടാവുന്ന ഈ ഭീകരാക്രമണങ്ങളായിരുന്നു. അവിടുന്ന് നമുക്ക് മോചനം കിട്ടിയേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ തിരിച്ചറിവുള്ള ആളാണ്, ആ ഒരു രാജ്യതന്ത്രജ്ഞതയുള്ള ആളാണ്, ക്രാന്തദർശിത്വമുള്ള ആളാണ് നമ്മളെ ഭരിക്കുന്ന പ്രധാനമന്ത്രി.